നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. ചോതി നക്ഷത്രം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 ജൂലൈ 1 മുതൽ 31 വരെ, അതായത് മിഥുനം 17 മുതൽ കർക്കിടകം 15 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. ചോതി നക്ഷത്ര ജാതർക്ക് വളരെ ഉയർന്ന സാമൂഹിക സ്ഥിതിയും ഉന്നത പദവികളുമാണ് ജൂലൈ മാസത്തിൽ സിദ്ധിക്കുന്നത്. പ്രവേശിക്കുന്നത് ഏത് രംഗത്തായാലും ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക പുരോഗതി, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ എന്നിവയും പ്രാപ്തമാണ്. കർക്കിടകം, ചിങ്ങം മാസങ്ങളിൽ കുടുംബപുഷ്ടി, ഉയർന്ന സ്ഥാനമാനങ്ങൾ, മേലധികാരികളുടെ അപ്രീതി, ജോലി കർമ്മരംഗങ്ങളിൽ മാറ്റം എന്നിവ അനുഭവയോഗ്യമായി കാണുന്നു. അവിവാഹിതരാണെങ്കിൽ നിങ്ങൾക്ക് വിവാഹം, പ്രിയജനാനുകൂല്യം എന്നിവ കാണുന്നുണ്ട്. പൊതുവെ സംതൃപ്തമായ ജീവിതം നയിക്കുന്നതായാണ് തെളിയുന്നത്. കർക്കിടകം മുതൽ ചിങ്ങം, കന്നി, വൃശ്ചികം മാസങ്ങളിലായി നിങ്ങൾ ഒരു പുതിയ ഭവന നിർമ്മാണം ആരംഭിക്കുന്നതായാണ് തെളിയുന്നത്. കൂടാതെ ധനലാഭം, അന്യദേശവാസം എന്നിവയും കാണുന്നുണ്ട്. കർമ്മരംഗങ്ങളിലുള്ള ഉത്തരവാദിത്തബോധം നിങ്ങളെ ഊർജ്ജസ്വലമായി ഉന്മേഷത്തോടുകൂടി പ്രവർത്തിക്കുവാനും വിജയം കൈവരിക്കുവാനും സഹായിക്കുന്നു. സിനിമ, കല, സാഹിത്യം എന്നീ രംഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ നല്ല ശുഭാവസരങ്ങളാണ് കൈവരുന്നത്. ഇനി ചില നേത്ര രോഗങ്ങൾക്കുള്ള സാധ്യത കാണുന്നതുകൊണ്ട് ശ്രദ്ധിക്കുന്നത് നന്ന്. ആരോഗ്യകാര്യങ്ങളിലുള്ള അശ്രദ്ധ തീരാദുഃഖങ്ങളിലേക്കും വിഷമതകളിലേക്കും നയിക്കപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും, ചികിത്സാകാര്യങ്ങളിൽ വിട്ടുവീഴ്ചയോ അലസതയോ പാടുള്ളതല്ലെന്നും പറഞ്ഞുകൊള്ളട്ടെ. ഈ വരുന്ന ജൂലൈ, ഓഗസ്റ്റ് മാസത്തോടെ തന്നെ ചോതി നക്ഷത്ര ജാതർക്ക് ജീവിത നിലവാരം പൊതുവെ വർദ്ധിക്കുന്നതായാണ് കാണുന്നത്. ജീവിത സന്ധാരണത്തിനായി നിലവിലുള്ളതോ പുതുതായി ആരംഭിക്കുന്നതോ ആയ വ്യാപാര മേഖലകളിൽ നിന്നുള്ള വരുമാനം കാണുന്നുണ്ട്. എങ്കിലും ധനനഷ്ടം, വീഴ്ചകളിൽ നിന്നോ മറ്റു അപകടങ്ങളിൽ നിന്നോ ഉള്ള ക്ഷതങ്ങൾ, മുറിവുകൾ, ശാരീരിക അവശതകൾ എന്നിവയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. മറ്റുള്ളവരുമായുള്ള ആശയവിനിമയങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. പ്രിയജനങ്ങൾ, ഇഷ്ടപ്പെട്ടവർ തുടങ്ങിയവരുമായുള്ള പിണക്കങ്ങൾ വളരെ സങ്കീർണമായി ഭാവി പ്രശ്നങ്ങളിലേക്കുള്ള കാരണങ്ങളാവാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിലവിലുള്ള ചില കാര്യങ്ങൾ വിവേകപൂർവം, വിവേചനത്തോടെ പാടെ ഉപേക്ഷിച്ച് അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് നല്ലത് എന്ന് തിരിച്ചറിയുന്ന സമയമാണിത്. ഇനി ഓഗസ്റ്റ് മാസം മുതൽ വന്നേക്കാവുന്ന ചില സാമ്പത്തിക പ്രയാസങ്ങളും തടസ്സങ്ങളും മുൻനിർത്തി മുൻകൂട്ടി കണ്ട് ഇപ്പോൾ മുതൽ തന്നെ സാമ്പത്തിക രംഗങ്ങളിൽ നിഷ്കർഷത പുലർത്തുന്നത് ഗുണം ചെയ്യും. തങ്ങളുടെ അവതരണ ശൈലിയിലും പെരുമാറ്റത്തിലും ചില നവീകരണം നടത്തുന്നതിൽ കൂടി ലഭിക്കുന്ന സ്വീകാര്യതയും കൂടുതൽ കർമ്മഫലങ്ങളും ജീവിതത്തിൽ പ്രതീക്ഷകൾ തരുന്നതാണ്. അനാരോഗ്യപരമായ ചില കാര്യങ്ങളിൽ നിന്ന് സ്വയം പിന്മാറുന്ന സമയമാണ്. ജോലി, കർമ്മരംഗങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോ കുറച്ചുകൂടി കാര്യഗൗരവത്തോടു കൂടിയുള്ള നയതന്ത്രപരമായ സമീപനമോ കാണിച്ചില്ലെങ്കിൽ ജോലി നഷ്ടം, ബിസിനസ് നഷ്ടസാധ്യത, മാനസിക സാമ്പത്തിക ക്ലേശങ്ങളും കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവരുമായി ഒത്തുപോകുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഗൃഹത്തിൽ മംഗളകാര്യങ്ങൾക്കുള്ള സാധ്യത കാണുന്നു. കുടുംബസമാധാനം, ജീവിതത്തിൽ സന്തോഷാനുഭവങ്ങൾ എന്നിവ പ്രാപ്തമായി കാണുന്നുണ്ട്. ഇനി തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ആരെയും വേദനിപ്പിക്കുവാനോ ഗുരുസ്ഥാനീയരുമായി വാക്തർക്കത്തിൽ ഏർപ്പെടുവാനോ പാടുള്ളതല്ല. തൻ്റെ ജീവിതോർജം
ലാഭിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുക. പിതൃസ്ഥാനത്തുള്ളവർക്ക് ശാരീരിക ക്ലേശങ്ങൾ, അസുഖങ്ങൾ, ആരോപണങ്ങൾ എന്നിവ കാണുന്നുണ്ട്. വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്നതും ഉപേക്ഷിക്കുന്നതും ഗുണം ചെയ്യുന്നു. പിതൃസ്ഥാനത്തുള്ളവരിലൂടെയുള്ള വിഷമങ്ങൾ, മനക്ലേശങ്ങൾ തുടങ്ങിയവ നിങ്ങളിൽ സ്ഥായിയായ നിരാശയുണ്ടാക്കുന്നതായാണ് മനസ്സിലാവുന്നത്. എന്നാൽ തന്നെയും പുതിയ സൗഹൃദങ്ങളിലൂടെയും അടുത്ത ബന്ധുക്കളിലൂടെയും ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും കൈവരുന്നതായി തെളിയുന്നു. സഹോദര സ്ഥാനങ്ങളിലുള്ളവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ കുടുംബ ബന്ധങ്ങളിൽ ചില പൊരുത്തക്കേടുകളും കാണുന്ന സമയമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നും ആരോപണങ്ങൾക്കും പരിഹാസങ്ങൾക്കുമുള്ള സാധ്യത വളരെയധികം കാണുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി ഒഴിഞ്ഞു മാറുന്നത് ഗുണം ചെയ്യുന്നതാണ്. ശിവക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ത്രിമധുരം വഴിപാട് നടത്തുന്നതും ഏറെ ഗുണഫലങ്ങൾ തരുന്നു. കൂടാതെ ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താക്ഷേത്രത്തിൽ പോയി നീരാഞ്ജനം നടത്തുക, സാധ്യമാവുമ്പോഴെല്ലാം വിഘ്നേശ്വര ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി പ്രാർത്ഥിക്കുക തുടങ്ങിയവയിലൂടെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന താൽക്കാലിക ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒഴിവാക്കി ഈശ്വരാധീനം നേടാവുന്നതാണ്. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.